ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു പുതിയൊരു മിമിക്രി ചെറിയൊരു മിമിക്രി പരിപാടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആൻഡ് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഒരു ട്രെൻഡാണ് ഈ സ്കൂളുകളിൽ ഇതേപോലത്തെ വാർഷികോത്സവം ആയിക്കോട്ടെ, അല്ലെങ്കിൽ കലാമേള, സ്പോർട്സ് മേള, ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് ഓരോരോ സെലിബ്രിറ്റീസിനെ കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ സ്കൂളിലും അതുപോലെ കുറച്ച് സെലിബ്രിറ്റീസിനെ ഞാൻ വിളിച്ചാൽ വരും. അപ്പോൾ നമ്മുടെ സ്കൂളിലോട്ട് ഞാൻ കുറച്ചുപേരെ കൊണ്ടുവരികയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ സ്കൂളിൽ നടന്നത് സ്പോർട്സ് മേളയായിരുന്നു. അപ്പോൾ കായിക മേളയിൽ നമ്മുടെ മലയാളിയുടെ സ്വന്തം അഹങ്കാരമായ സഞ്ജു സാംസൺ ഇവിടെ വന്നാൽ എങ്ങനെ സംശയം നമുക്ക് നോക്കാം. അല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ നമ്മുടെ ബോളറിന്റെ ഒരു കണ്ണിക്കൂടാനുള്ള നോട്ടം ഭയങ്കര വലിയൊരു വിറയിലുണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ. പിന്നെ എനിക്കൊന്നിപ്പോൾ ഈ ചെന്നൈ സൂപ്പർ കിങ്സിലൂടെ നമ്മൾ ഈ വർഷം കളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ധോണി ഭായിയുടെ കൂടെ ജഡ്ഡു ഭായിൻ്റെ കൂടെ കളിക്കാന്ന് പറയുന്നതിന് വലിയൊരു മഹത്തായ ഒരു ഭാഗ്യമാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. താങ്ക് യു. അതിനുശേഷം നമ്മുടെ സ്കൂളിൽ നടത്തുന്നത് നമ്മുടെ കലോത്സവമാണ്. അപ്പോൾ കലോത്സവത്തിൽ നമ്മുടെ ജനപ്രിയ സോഷ്യൽ മീഡിയ താരം അലിൻ ജോസ് പെരേര അറിയാമോ നിങ്ങൾക്ക്? അലിൻ ജോസ് പെരേര അങ്ങനെ ഒരു കലോത്സവത്തിൽ വന്നാൽ എങ്ങനെ ഇരിക്കണം? മാധവൻ കള്ളന് ഒന്നുകേട്ടും മറന്നിട്ടില്ല. ചിന്നാടന്റെ കാലാപ്പാനി ചിന്നാടന്റെ മെക്കിട്ട് അങ്ങനെ കയറാൻ വന്നുണ്ടല്ലോ. ഇടത്തേയും മെക്കിട്ട് കയറും കേട്ടോ സാറേ. താഴത്തേക്ക് ഓക്കെ സാറേ, വരട്ടെ സാറേ. നമ്മുടെ അലിൻ ജോസ് പെരേരയുടെ ഒരു അടിപൊളി സാധനമുണ്ട്, നിങ്ങൾ അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ലോകത്ത് വേറെ ഒരാൾ ചെയ്യാത്തൊരു ശബ്ദമാണ് നമ്മുടെ കാവ്യമാധവൻ ചേച്ചിയുടെ ശബ്ദം. അത് അലിൻ ജോസ് പെരേര ചെയ്യുന്നു. നമുക്ക് എന്തോരം ആൾക്കാര്. ഇനി നമുക്ക് ഈ ഇവിടെ നവേദി നമ്മുടെ 43ാം വാർഷികോത്സവം നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാർഷികോത്സവത്തിൽ നമ്മുടെ ആവേശത്തിലെ സജിൻ ഗോപു അമ്പാൻ വന്നാൽ എങ്ങനെയിരിക്കും നമുക്ക് നോക്കാം. എന്താണ് നിനക്ക് ബോറടിച്ച നിനക്ക് പാർട്ടി പിടിച്ച് ഒരുക്കി കരുതും. അപ്പൊ അവിടെ കുറെ കുണ്ടുകൾ അടിപിടിയുടെയൊക്കെ റെഡി ആയിട്ടിരിക്കുന്നു. അണ്ണനോ പറമ്പിത്തോടെ ചാടി തോളത്തോടെ ചെമ്പടിച്ച് കുത്തി 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 ഒരൊറ്റ നിൽപ്പ ഷെട്ടിയുടെ കാങ്ങിൽ കയറി. അതിനുശേഷം നമുക്ക് നമ്മുടെ നടനും സംവിധാനം നമ്മുടെ ലാലിന്റെ സംസാരം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ തൊണ്ടയിൽ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ ആയിരിക്കും അദ്ദേഹത്തിന്റെ സംസാരം. അപ്പൊ അദ്ദേഹം ഇവിടെ വന്ന് സംസാരിക്കാൻ പോകും. അതിനുശേഷം നമുക്ക് മലയാളികളൊക്കെ വിടാം. നമുക്ക് അങ്ങ് ബോളിവുഡിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരാം. നമ്മൾക്ക് അക്ഷയ് കില്ലാടി. നമ്മൾ എന്തൊരു പടം മലയാളത്തിൽ ഇറങ്ങിയാലും അത് റീമേക്ക് ചെയ്യുന്നൊരു പുള്ളിയാണ് അക്ഷയ് കുമാർ. ഈ ഒരു വേദിയിൽ വന്നാൽ എങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. खिलाड़ी बॉलीवुड का खिलाड़ी अक्षय कुमार है. എന്റെ അടുത്ത പടം നമ്മുടെ ലാലേട്ടന്റെ തുടരും സിനിമ ഞാൻ റീമേക്ക് ചെയ്യും. ഗാഡി കാ കില്ലാടി. It will be blockbuster. Thank you. നമുക്ക് കുറച്ച് മറ്റൊരു മലയാള സിനിമാ നടന്മാരെ നമുക്ക് നോക്കാം. നമ്മുടെ ദുൽഖർ സൽമാൻ ഒരു വൈറൽ നോക്കാം. ഇവിടെ പടം കൊടുത്ത എന്ത് കിട്ടും? റെസ്പെക്ട് കിട്ടും. നമ്മുടെ പടം കൊടുക്കും നാലാളറിയണം. ഇത് ഗാന്ധിഗ്രാമല്ല കൊത്ത. ഇവിടെ ഞാൻ പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ രാത്രി നിനക്ക് തീർക്കാൻ തീർക്കണം. അവസാനമായി നമ്മുടെ രാജുവേട്ടൻ പൃഥ്വിരാജിനെ ശ്രമിക്കാം. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നു, അതെ കല്യാൺ സിൽക്സിൽ ഇപ്പൊ കളക്ഷൻ വരട്ടെ. അതുകൊണ്ട് ഇപ്പൊ ഇരട്ടി വാങ്ങും. ഇതോടുകൂടി ഞാൻ പരിപാടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.